അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ ഇതേ സൂറത്ത് ഖലമിൽ നിന്ന് മറ്റു ചില ഭാഗങ്ങൾ, അതിൻ്റെ അവസാന ഭാഗമാണ് പല ചർച്ചയ്ക്ക് വിധേയാക്കിയിട്ടുള്ളത്. ഇതിൽ യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതീഊൻ, സാക്ക് വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം. സാക്ക് പറഞ്ഞാൽ കണങ്കാലിനാണ് പറയാം. കണങ്കാൽ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം. വയുദഊന ഇല സുജൂദ്, ഈ ആളുകൾ, നിഷേധികളായിട്ടുള്ള ആളുകൾ അന്ന് അവർ സുജൂദ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതീഊൻ, അപ്പോൾ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഖാശിയത്തൻ അബ്സാറുഹും, അവരുടെ കണ്ണുകളൊക്കെ തുറിച്ചു നിൽക്കും. തർഹഖുഹും ദില്ല, അവരെ ദൈന്യത ആവരണം ചെയ്തിരിക്കും. ഇതാണ് അന്ന് അവരുടെ അവസ്ഥ ഉണ്ടാവുക. സുജൂദ് ചെയ്യാൻ വിളിക്കുമ്പോൾ അവർ കണ്ണ് തുറിച്ച് ദൈന്യതയോടുകൂടി സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? വഖദ് കാനൂ യുദഊന ഇല സുജൂദി ഫലാ യസ്തതീഊൻ, അവരോട് ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അന്നവർ സുജൂദ് ചെയ്തില്ല എന്നുള്ളതാണ്. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, അവർ നല്ല സുരക്ഷിതരായിരിക്കെ, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കെ ദുനിയാവിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് അവർ സുജൂദ് ചെയ്തില്ല. അത് കാരണമായിട്ടാണ് പരലോകത്ത് മഹ്ശറയിൽ വച്ച് സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ജബ്ബാർ പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. ജബ്ബാറിന് അറബി അറിയില്ല. അറബി അറിയാത്തതുകൊണ്ട് മൂപ്പര് പരിഭാഷ നോക്കിയിട്ടാണ് ഖുർആനെ ഗണ്ണിക്കുന്നതും അതുപോലെ ഈ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിക്കുന്നതും ഒക്കെ. എന്നിട്ട് അതിനെയും കളിയാക്കാൻ വേണ്ടിയാണ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ആ ഹദീസിലുള്ളത് എന്താണ്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല സമഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യക്ഷിഫു റബ്ബുന അൻ സാഖിഹി, നമ്മുടെ റബ്ബ് അവൻ്റെ സാക്ക്, കണങ്കാല് വെളിപ്പെടുത്തും എന്നാണ് ഈ വാക്കിൻ്റെ നേരെ അർത്ഥം. അപ്പോൾ ജബ്ബാർ പറയണത്, അള്ളാഹ്ക്ക് കാല് വെളിപ്പെടുത്തു, അപ്പോൾ അള്ളാഹു കൈലിമുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്നതിൽ നിന്ന് മനസ്സിലായല്ലോ എന്നാണ്. അപ്പോൾ ഈ ആളുകളുടെ അവസ്ഥയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇവർക്ക് ഭാഷയിലുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗത്തിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം മാത്രമല്ല, ഒരു ഭാഷയിൽ ഒരു വാക്കിനൊരർത്ഥം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നിടത്ത് അതിനൊരാശയം ഉണ്ടാവും. നേർക്കുനേരെ വാക്കിൻ്റെ അർത്ഥം വെച്ചിട്ടല്ല പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ആ പറഞ്ഞതിനൊരു ആശയം ഉണ്ടാവും. ആ ആശയം എന്താണ് എന്ന് നോക്കിയിട്ടാണ് ആ സംഗതിയെ വിലയിരുത്താറുള്ളത്. ഇവിടെ യുക്തിവാദികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ വർഗത്തെ സംബന്ധിച്ച്, അവർക്ക് യഥാർത്ഥത്തിൽ ഭാഷ, സാഹിത്യം എന്ന് പറയുന്നൊരു സംഗതിയില്ല. എന്താണോ അവർക്ക് തോന്നിയത് അത് കിട്ടിയ വാക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ രീതി. യഥാർത്ഥത്തിൽ എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? യക്ഷിഫു റബ്ബുന അൻ സാഖിഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഒരാൾ കാര്യമായിട്ടൊരു പണിക്ക് അല്ലെങ്കിൽ ഒരു സംഗതിക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ശ്രമകരമായിട്ടുള്ള സംഗതിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയാൾ തുണിയൊക്കെ മടക്കി കുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അരയുടുപ്പ് മുറുക്കി ഉടുത്തിട്ടുണ്ട് വരും. എന്താ അതിൻ്റെ അർത്ഥം? അയാൾ തുണി മടക്കി കുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ തുണി മുറുക്കി ഉടുത്തിരിക്കുന്നു എന്ന ആ വാക്കിലുള്ള അക്ഷരാർത്ഥമാണോ ഇതിൻ്റെ ഉദ്ദേശം? അതോ അയാൾ കാര്യമായിട്ടുള്ളൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണോ? ഇവിടെ മഹ്ശറയിൽ
ആദം അലൈഹിസ്സലാം മുതൽക്ക് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യരെയും വിചാരണ ചെയ്യുന്ന രംഗമാണത്. ആ രംഗത്തിൻ്റെ ഭീകരത കാണിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യനെ വിചാരണയ്ക്ക് മാത്രമായിട്ട് വിളിച്ചു വരുത്തി ആ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി യൗമ യക്ഷിഫു റബ്ബുനാൻ സാഖിഹി എന്ന് പ്രയോഗിച്ചിരിക്കുന്നതല്ല. ഇവിടെ അള്ളാഹുവിന് കൈകൊണ്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു പാൻസാണോ ധരിച്ചത്, അല്ലെങ്കിൽ പൈജാമയാണോ ധരിച്ചത്, അല്ലെങ്കിൽ കമീസാണോ, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ആ ദിവസത്തിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇതുപോലുള്ളൊരു പ്രയോഗം നടത്തുന്നുണ്ട് ആ ദിവസത്തെ സംബന്ധിച്ച്. ആ ദിവസം അലൽ കാഫിരീന ഗൈറു യസീർ, സൂറത്ത് ഫുർഖാനിൽ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം എന്ന് പറഞ്ഞാൽ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുതല്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ വളരെ ഗുരുതരമായ പ്രയാസം നിറഞ്ഞ, മനുഷ്യന് സാധാരണഗതിയിൽ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം, പക്ഷെ സഹിക്കല്ലാതെ വേറെ നിർവാഹമില്ല, ഒരു നേട്ട് ഓടിപ്പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ആ ദിവസം എന്ന് പറയാനാണ് യൗമ യുക്ഷഫു അൻ സാഖിൻ എന്ന് ഖുർആൻ ഈ സൂറത്ത് കലമിലും ഇമാം ബുഖാരി ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിൽ യൗമ യുക്ഷഫു അൻ സാഖ് എന്നതിൻ്റെ വിശദീകരണത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസും. എന്നിട്ട് പറയുന്നത് ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വ മുഅ്മിന, മുഅ്മിനും മുഅ്മിനത്തുമായ അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകനിലും ഖുർആനിലും ഒക്കെ വിശ്വസിക്കുന്ന ആണും പെണ്ണും ഒക്കെ അപ്പോൾ സുജൂദിൽ വീഴും. എന്നാൽ വയബഖാ മൻ കാന യസ്ജുദു ഫിദ്ദുന്യാ റിയാഅൻ വസുമ്മതൻ, കേൾവിക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്തിരുന്ന ആളുകളോ അവർ സുജൂദ് ചെയ്യാതെ അവരവിടെ ശേഷിക്കും, അവർ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഫയദ്ഹബു യസ്ജുദു ലി യസ്ജുദ, അത്തരം ആളുകൾ സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. ഫയഊദു ലഹുറുഹു തബഖം വാഹിദ, അപ്പോൾ അവരുടെ മുതുക് വളയില, അതൊരൊറ്റ ഒരു തബഖ് വാഹിദ് ഒട്ടിച്ചേർത്ത അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടതുപോലുള്ള ഒരവസ്ഥയിൽ വളയാതെ നിൽക്കുന്ന. ഇത് സുജൂദ് ചെയ്യുന്ന, എന്നാൽ കേൾവിക്ക് വേണ്ടിയും പ്രകടനപരതയ്ക്ക് വേണ്ടിയും സുജൂദ് ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സുജൂദ് ചെയ്യാണ്ടതില്ല എന്നും അതിനെ കളിയാക്കുകയും അതിനെ ബത്സിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ജബ്ബാർ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ഈ ആശയത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കാൻ വേണ്ടിയിരുന്നത്. അതിന് പകരം ജബ്ബാറിൻ്റെ ധിക്കാരം മുറുകിയിട്ട് ഇതിനെ കളിയാക്കുകയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരലോക ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ജീവിതമല്ല, കാരണം പഠിച്ചോൻ തന്നെ ഇല്ലല്ലോ, പിന്നെ പരലോക ജീവിതം ഉണ്ടാവുമോ? ഇവിടെ മരിക്കുന്നതോടുകൂടി ഒക്കെ മണ്ണായി തീർന്നു, ഇനിയൊന്നുമില്ല, ശേഷിക്കൂല എന്നാണ് ജബ്ബാർ വിചാരിച്ചിട്ടുള്ളത്. ഈ വിചാരമാണ്, തെറ്റായിട്ടുള്ള വിചാരമാണ്, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസമാണ് ജബ്ബാറിനെ ഇതുപോലെ ഖുർആനിന് കളിയാക്കാനും പരലോകത്തെ നിഷേധിക്കാനും ഒക്കെ ഉദ്യുക്തനാക്കുന്നത് എന്നതാണ് വസ്തുത. പക്ഷേ അതുകൊണ്ട് മാത്രം ജബ്ബാർ രക്ഷപ്പെടുമോ? ജബ്ബാറിനെ പോലുള്ള ആളുകൾ രക്ഷപ്പെടുമോ? ഈ പറഞ്ഞ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് വരാനിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ യൗമ യുക്ഷഫു അൻ സാഖിൻ എന്ന് പറഞ്ഞതിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.